പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കരോൾ ഗാന മത്സരത്തിൻ്റെ യൂണിഫോമാണ്, യൂണിറ്റിൻ്റെ. ഇതാണ് മെറ്റീരിയൽ. ഇത് വെച്ചിട്ട് എന്ത് തയ്ക്കും എന്നുള്ളതിൽ തീരുമാനമൊന്നും ഇതുവരെ ആയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ തുണി എന്തെങ്കിലും കിട്ടുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് തയ്ക്കണം, നമ്മുടെ സിഗ്നേച്ചർ അതിൽ വരണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമൊക്കെ തോന്നും. ചിലപ്പോൾ തയ്ക്കുമ്പോൾ ഇപ്പം ഇത് ഞാൻ ഇട്ടിരിക്കുന്ന ഇതും തയ്ച്ച് തുടങ്ങിയപ്പോൾ ഇതിങ്ങനെ ആകുമെന്ന് കരുതിയിട്ട് തുടങ്ങിയതല്ല, പക്ഷെ ലാസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട രീതിയിലൊരു ഡ്രസ്സായി. അപ്പോൾ ഇതും ഇതുപോലെ എന്തെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും ചുരിദാറും ഫ്രോക്കും അല്ലാത്ത എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് തയ്ച്ച് വരുമ്പോൾ എങ്ങനെയാവുന്നുള്ളത് കാണാം. എല്ലാ തയ്യൽക്കാരുടെയും മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമായിരിക്കും അവർ തയ്ക്കുന്നത് പോലത്തെയുള്ള ഒരു ഡിസൈനോ ആ ഒരു പാറ്റേണൊന്നും വേറെ ആർക്കും ഉണ്ടാവരുത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ്, വലിയ പഠിപ്പൊന്നും എനിക്കില്ലെങ്കിലും ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചതെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഓരോന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിലെന്തെങ്കിലും എൻ്റേതായൊരു കയ്യൊപ്പ് ഉണ്ടാവണം എന്നുള്ളത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും അതിനൊരു ഉദാഹരണമാണ്. ഇത് ഞാൻ ആരുടെ നോക്കി കണ്ട് തയ്ച്ചതൊന്നുമല്ല, പക്ഷെ ഇങ്ങനെ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇത് നമുക്ക് ഈ പാറ്റേണിലേക്ക് തയ്ച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ട് ചെയ്തതാണ്. ആ നെക്ക് കണ്ടോ, ഫസ്റ്റ് ടൈം ഞാൻ തയ്ച്ച നെക്കാണത്. അടിപൊളിയായിരുന്നു. എനിക്കിപ്പോഴത്തെ അങ്ങനത്തെ ആ ഒരു കോളർ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനത്തെ ഒരു നെക്ക്. പക്ഷേ ഇത് നെറ്റിൻ്റെ മെറ്റീരിയൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അതിൽ ചെയ്തെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആ നെക്കൊക്കെ ഞാൻ വിട്ട് വേറൊരു പാറ്റേണാണ് ഇപ്പോൾ അതേ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഞാൻ എൻ്റെ അപ്പർ ബോഡി പോർഷൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ചാർട്ട് പേപ്പറിൽ വെട്ടി വെച്ചേക്കണോണ്ട് എനിക്ക് അത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ താഴേക്കുള്ള പോർഷൻ മാത്രം ഞാൻ നോക്കിയാൽ മതി. എന്തായാലും എൻ്റെ ഐഡിയ ദേ ഈ രീതിയിലേക്കാണ് സെറ്റായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ലോങ് പ്ലാസോ ഇട്ടിട്ട് ഈ ടോപ്പ് നമ്മൾ ഇടുന്നു, അതിൻ്റെ മേളിൽ ഓവർ കോട്ട് എന്നുള്ള രീതിയിൽ വേറെ ഒരു സെറ്റും കൂടി. അപ്പം ഞാൻ ഇത് നമ്മുടെ നെറ്റില്ലേ, നെറ്റ് ഓവർ കോട്ട് എന്നുള്ള രീതിയിൽ ഫുൾ ലെങ്ത്തിൽ വീനെക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിലൊരു കട്ടൊക്കെ കൊടുത്ത് സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നെക്സ്റ്റ് കാണിക്കാം. ഇതിപ്പോൾ ഒരു ഐഡിയ ഇല്ല എനിക്കിത് എന്ത് ചെയ്യണമെന്ന്. നെറ്റ് ഞാൻ ആദ്യം ഇട്ടാൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഇതാണ്, ഞാൻ ലൈനിങ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം റെഡി ആയിട്ടുള്ളത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ പുറത്തൊക്കെ പോകണമെങ്കിലും വേണമെങ്കിൽ കഴിഞ്ഞായിട്ട് സ്ലീവ്ലെസ് അല്ലേ വെച്ചേക്കുന്നത്, ചെറിയൊരു ഫ്രിൽസ് ഇവിടെ കൊടുക്കുവാണെങ്കിൽ പുറത്തൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഫോട്ടോഷൂട്ടിൽ നല്ല കളർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട് കഴിയുമ്പോൾ ഞാൻ വീഡിയോ സൈറ്റിൽ കൊടുക്കാവേ. ഓക്കെ, ഞാനപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വരാം. ഓക്കെ, ബൈ. ഇതിപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഫുൾ ഒറ്റ കളറിലാണ് നമ്മുടെ യൂണിഫോം പോകുന്നതെന്ന്. പക്ഷേ അല്ല, അതിൻ്റെ കൂടെ വൈറ്റ് പാൻറ്റാണ് പെയർ ചെയ്യണേ, വൈറ്റ് ഷോളുമാണെന്ന് പറഞ്ഞു. അതോടുകൂടി എല്ലാ പ്ലാനും പൊളിഞ്ഞു. വീണ്ടും ഞാൻ പോയി ടോപ്പിന് ഒരു മെറ്റീരിയൽ എടുത്ത് ലോങ് ഒരു ടോപ്പ് നോർമലി തയ്ച്ചു. അതിൻ്റെ കൂടെ വൈറ്റ് പാൻറ്റ് ഇട്ടിട്ട് ഞാൻ പോകാനിറങ്ങുന്ന സീനാണ് ഈ കാണുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഓവർകോട്ട് എന്നുള്ള രീതിയിൽ നെറ്റ് ഞാൻ സെറ്റ് ചെയ്തു. ഇങ്ങനെ നെറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പും നെറ്റും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ നെറ്റ് എനിക്ക് വേറെ ഏതെങ്കിലും ടോപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൂടെ ഓവർകോട്ട് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ പ്ലാൻ ചെയ്തു. ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയ ഞാൻ ഇപ്പോൾ 2 ടൈപ്പ് ഡ്രസ്സാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും സന്തോഷം. നമ്മൾ ഓരോന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഓരോ പാഠങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരോൾ മത്സരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. നെക്കൊക്കെ ഈ രീതിയിലാണ്. ഉള്ളിലത്തെ ടോപ്പിൻ്റെ സ്ക്വയർ നെക്കും നെറ്റിൻ്റെത് റൗണ്ട് നെക്കുമാണ് വെച്ചിട്ടുള്ളത്. സ്ലീവിന് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ. കരോൾ മത്സരത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ ടോപ്പിൻ്റെ ഷേപ്പ് വീണ്ടും മാറ്റി. അതിൻ്റെ ലെങ്ത്ത് മുട്ടിൻ്റെ അത്രയും തന്നെ ആക്കി മാറ്റി. രണ്ടിൻ്റെ, അതായത് നമ്മുടെ ടോപ്പിൻ്റെയും നമ്മുടെ നെറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ രണ്ടും മുട്ടിനിറക്കാക്കിയിട്ട് പ്ലാസോ പാൻറ്റിൻ്റെ കൂടി ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ കോലം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. മുട്ടിനിറക്കമുള്ള ആ ടോപ്പും നല്ല ലൂസ് പാൻറ്റും എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഒരു ഡ്രസ്സ് തയ്ച്ച് തുടങ്ങിയ എൻ്റെ കയ്യിൽ ഇപ്പോൾ പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാൻ വരുന്ന ഡ്രസ്സുകളായി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടോ? ഇതിലേത് മോഡൽ ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും. യൂട്യൂബിൽ നോക്കി നിങ്ങളും സ്റ്റിച്ചിങ് പഠിക്കൂ.